മെഗാ ഷോ. ഈ മെഗാ ഷോയുടെ ആഘോഷ പൂരത്തിന് ഇന്നിവിടെ അരങ്ങൊണരുന്നു. റിയാദിലുള്ള എന്റെ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാൻചേത്തി അച്ഛന്മാർക്കും നമസ്കാരം. അയ്യോ ഭയങ്കര തണുപ്പാണല്ലേ, ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും തണുപ്പത്താണെങ്കിലും ഇടയ്ക്ക് കട്ടാവുന്നുണ്ടല്ലേ, കോട്ടിട്ടൊക്കെ തലയൊക്കെ കവർ ചെയ്ത് നിങ്ങൾ നല്ല സേഫ് ആയിട്ട് ഇരുന്നോണേ. ഞാനാണെങ്കിലും എന്തോ ഹലോ എവിടെയാണ് ഒന്ന് അടുത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ. എത്ര വർഷമായി സൗദിയിൽ ഒന്ന് വരണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10-20 വർഷം 22 വർഷമായി ശരിക്കും പാടി തുടങ്ങിയിട്ട്. അപ്പൊ തൊട്ടേ ഗൾഫിൽ പല സ്ഥലത്തും പോകുമ്പോഴും സൗദി എന്തോ ഒരു വിലക്കപ്പെട്ട സ്ഥലം പോയി, വിലക്കപ്പെട്ട ഖനി ഏതേൻ തോട്ടം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ 2-3 വർഷം മുമ്പൊക്കെ അഡ്വാൻസ് എന്ന പ്രോഗ്രാം ദമാമിലൊന്നും ഇപ്പോഴും നടത്താൻ പറ്റിയിട്ടില്ല. ഈ പരിപാടി തന്നെ ജനുവരി 5 മഴ കാരണം അത് മാറി, തണുപ്പായിരുന്നു. ഇപ്പൊ ഈ പരിപാടിക്ക് ഒരു 5 ദിവസം മുമ്പ് എനിക്ക് നല്ല കോൾഡായിട്ട് ശബ്ദമൊക്കെ ഫുൾ അടച്ചപ്പോ ഞാനോർത്ത് വീണ്ടും ഇനി ഇത് മാറ്റേണ്ടി വരുമെന്ന്. പിന്നെ എന്തോ ഇവിടുത്തെ സഖാക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കാരണം, പിന്നെ കുറച്ചുപേര് ഇവിടെ എന്നെ കാണാനിരിക്കുന്നതിന്റെ പ്രാർത്ഥന കാരണം ഇപ്പൊ ഇത്ര സംസാരിക്കാനെങ്കിലും പറ്റി. അപ്പൊ താങ്ക് യു സോ മച്ച്. അധികം തണുപ്പത്തിരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു എത്ര നേരം വേണം, 1 മണിക്കൂറോ അരമണിക്കൂറോ നിങ്ങൾ പറയുന്ന പോലെ അത്രയും നമ്മളിവിടെ പാടിയിരിക്കും. ശബ്ദമൊന്നും കുഴപ്പമില്ലാന്ന് വന്നാൽ മതിയായിരുന്നു. ഭീകര തണുപ്പ്. എന്തായാലും വല്ല കാലത്ത് ഇങ്ങനെ തണുപ്പ് കിട്ടുമ്പോഴും നിങ്ങൾക്ക് ഒരു സുഖമല്ലേ, ഭയങ്കര ചൂടല്ലേ ബാക്കി സമയങ്ങളൊക്കെ. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ നിറഞ്ഞ പുഞ്ചിരി ഞാൻ കാണുന്നുണ്ട്. അയ്യോ എന്താ പിടിച്ചോണ്ട്. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ നിറഞ്ഞ പുഞ്ചിരി, പക്ഷെ ബാക്കി ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പകരം ആ ഒച്ചപ്പാടും ബഹളമൊക്കെ എവിടെ? അയ്യോ ഒരു പ്രോഗ്രാം ആവുമ്പോ ഇച്ചിരി ഒച്ച വേണ്ടേ? എന്നാലല്ലേ. ഈ ലൈറ്റ് ഇട്ടാ കുഴപ്പമുണ്ടോ? ഈ ലൈറ്റ് ഇട്ടാ കുഴപ്പമില്ലല്ലോ. റെഡ് സാരി എങ്ങനെയുണ്ട്? ആ തല തൊപ്പി വെച്ച് ഇക്ക കൈ വീശി കാണിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പൊ എന്തായാലും എപ്പോഴാണോ ഇതുപോലെയൊക്കെ പരിപാടി, കാരണം ഇനി ഭയങ്കര സന്തോഷമുണ്ട്. സൗദിയിലൊന്നും ഒരിക്കലും വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇനി കേളി കലാ സാംസ്കാരിക വേദി, അതിൻ്റെ അകത്തുള്ള എല്ലാ ചെറുപ്പക്കാരും തന്നെ പറയാം, കുഴപ്പമില്ലല്ലോ അല്ലെ ചേട്ടന്മാരെ, കൊച്ചു ചെറുപ്പക്കാരായ ആൺപിള്ളേർക്ക് എല്ലാവർക്കും അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. അവരാഹോരാത്രം പണിയെടുത്തു. നമുക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു സിജിനാണ് എന്നെ ത്രൂ ഔട്ട്. സിജിനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലാത്ത രീതി. കാരണം പെർമിഷൻ കിട്ടണം, വിസ ശരിയാവുന്നില്ല, പാസ്പോർട്ട് കൊടുത്ത 10-15 ദിവസം. നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അറിയത്തില്ല, താമസിക്കുന്നവർക്ക് അറിയത്തില്ല, പെർഫോം ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തോ എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹിച്ച് ഇനി പരിപാടി ഭംഗിയായിട്ട് തന്നെ പോട്ടെ. അധികം സംസാരിക്കുന്നില്ല. എനിക്കൊരു കുഴപ്പമുണ്ട്, മൈക്ക് എടുത്ത് കഴിഞ്ഞാൽ പാടാൻ മറന്നു പോകും. അത് കുഴപ്പമുണ്ടോ? പാട്ട് വേണം, വർത്താനം മതിയാ. അപ്പൊ ശരി, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെ കൈവിശി കാണിക്കുന്നവരൊക്കെ കണ്ടു കേട്ടാ. എല്ലാ കുടുംബാംഗങ്ങൾക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ തുടങ്ങിക്കോട്ടെ. ഓക്കെ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ബഹുമാന്യനായ ഇവിടുത്തെ സൗദിയിലെ റിയാദിലെ റെസ്പെക്റ്റഡ് അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം. എനിക്കൊരൊറ്റ വാക്ക് അറിയാം, അസ്സലാമലൈക്കും അറിയാം, അതറിയാം എന്നൊന്ന് പറഞ്ഞോട്ടെ. അസ്സലാമലൈക്കും. പിന്നെ വേറൊരു വാക്കും കൂടെ അതേ വാക്കുകൂടെ ഇൻഷാ അല്ലാ, അത് നമ്മളെപ്പോഴും പറയുമല്ലോ പഠിച്ചവന്റെ. അപ്പൊ ഇൻഷാ അല്ലാ ഒരു ഗംഭീര പ്രോഗ്രാം നടത്താൻ പറ്റട്ടെ അല്ലെ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. എന്തോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇനി ദൈവം സഹായിച്ച് പ്രാർത്ഥിക്കുക. കാരണം കോവിഡൊക്കെ മാറി 2-3 വർഷം കൂടി എല്ലാവരും ഇതുപോലെ പ്രോഗ്രാമിനൊക്കെ വന്നു തുടങ്ങിയത്, വീണ്ടും വരുന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ സഹോദരങ്ങളെ പറയാണ്, എപ്പോൾ ഇതുപോലെ ഒത്തുകൂടാൻ കിട്ടുന്ന സമയമുണ്ടോ അപ്പം മാക്സിമം അടിച്ചു പൊളിച്ചോട്ടോ. എപ്പോൾ കൂട്ടിക്കയറണമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. മാസ്ക് വെച്ച് വീട്ടുകാരെ പോലും അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലോട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മൾ മറന്നു പോയിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ നല്ല ഒച്ചയെടുത്തൊന്ന് ആഘോഷിക്കുന്ന, നമ്മൾ അടിച്ചു പൊളിക്കുന്നുള്ള രീതിയിൽ കൈയടിച്ച് അപ്പൊ അങ്ങനെ വേണം കേട്ടോ. കിട്ടുന്ന ഓരോ സമയവും ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. എൻജോയ് ചെയ്യേണ്ട നിങ്ങളുടെ കടമ. റെഡി? ഒരു ഹരി
ചാരുതീരം ഉടയൂരം കളമേളം കവിത പാടും തീരം തുടിയിൽ ഉണരും ത്രിപുട കേട്ടുതിരുണർന്നാടി എന്റെ നവനമണ്ഡപം തുറന്നുക ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ വിവിധ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരമുളകങ്ങൾ തന്നും സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ വിവിധ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരമുളകങ്ങൾ തന്നും സിന്ദൂരമാലകൾ ഞാനെന്നേ നെറ്റിൽ തീർത്തൊരങ്ങടയ പ്രപഞ്ചമിതമി ദർശന സർവം സദാനി സൗരഭ ദർശന എൻ ജീവന സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലേകു ദർശന मेरी ढोलना मेरी ढोलना मेरी ढोलना हृदय അണിവിരലാൽ തൊടും ഈ മിഴിനയിൽ സദാ പ്രണയം മഷിയെഴുതും നീതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ ഇടത് കടത്തി വിട്ടുവോ? കുറച്ചുകൂടെ ഉഷാറാവണം. ഇപ്പൊ മുഖം വലതും ഇടതും ഒരേപോലെയാ. അങ്ങനെ നിന്നാ പോരാ. ഇവിടെ കൊള്ളാം. ഇടതായിരുന്നു സ്ട്രോങ്. അപ്പൊ ഇവിടെ ആണോ? അയ്യോ വിഷമിക്കല്ലേ. തുല്യം നമുക്ക് ആക്കാം അല്ലെ? അപ്പൊ നമുക്ക് പർദീസ തുടങ്ങിയാലോ? ഡാൻസേഴ്സ് നിന്ന് ബുദ്ധിമുട്ടുന്ന മക്കളെ ഇതാ ചേച്ചി വന്ന് റെഡി. ഓക്കെ, കൈയടിച്ച് ഒപ്പം പാടി ആടിച്ച് പൊളിക്കണം.
ഈ പർദീസിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി കേളി കലാ സാംസ്കാരിക വേദിക്കും റിയാദിലെ നല്ലവരായ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും താങ്ക് യു സോ മച്ച്. you
പോയിരുന്ന കാലം പൂമോളല്ലേ മധുരപ്പൂമോളെ സുബ സുബ ഒന്നാക്കുന്ന് നടന്നോട്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ ഒന്നാക്കുന്ന് നടന്നോട്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ ഒന്നാക്കുന്ന് നടന്നോട്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ ഒന്നാക്കുന്ന് നടന്നോട്ട് നടന്നാരോ ആവോ രാമാരോ നാളെ കൂടണല്ലോ ആവോ രാമാരോ നാളെ കൂടിയിട്ട് ആവോ രാമാരോ നാളെ കൂടിയിട്ട് ആവോ രാമാരോ London,
கண்டேனே அந்த கண்ணில் பெண்கள் ஆடைகளும் கண்கள் கண்டேனே அம்மா 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 ஏ அம்மா 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 ஏ பள்ளி தாமரையே உன் பாதம் கண்டேனே உன் பட்டு தாவணி கவித கவித நீதம் கண்டேனே அம்மா அம்மா முக்காலா முக்கா பிள்ளா லேலா ஓ லேலா லேலா முக்கா பிள்ளா சொக்கா மல்லா லேலா ஓ லேலா പഠിപ്പിച്ച് ഏകദേശം 6 തൊട്ട് ഇരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. ഓക്കെ, അടുത്ത പാട്ട് അത് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഉടനെ തന്നെ റിയാദിൽ അടുത്ത മാസം ഒരു പ്രോഗ്രാം പറഞ്ഞെടുക്കുന്ന പെർമിഷൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാവരും അടുത്ത് നിന്ന് കാണുന്നു. ചിലപ്പോൾ മാർഗം വാങ്ങിയിരിക്കും, എന്നാലും പറഞ്ഞാൽ മതി എവിടെയും വരുമ്പം റിയാദിൽ നമ്മൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഹലോ എന്ന് ഞാൻ തിരിച്ചും പറയും. എന്താ മക്കളെ വഴുതേ. അപ്പം ഇതുപോലൊരു ഫോട്ടോ ഒക്കെ എടുക്കാം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ തന്നെ. അപ്പോൾ ജോലി ചെയ്യുക, അതുപോലെ തന്നെ എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഒന്നിലൊരു 10-20 വർഷമായിട്ട് ഇങ്ങനെ കണ്ടും മടുക്കാതെ ഇത്രയും സ്നേഹിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് ഒരുപാട് സന്തോഷം. വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഫൈനൽ സോങ്സിലേക്ക് പോവാം. അടിപൊളിയാണല്ലേ? മനസ്സ് കൊണ്ടകെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ചിങ്ങമാസം Punjaru, Lights, lights,